ഇന്ന് ഡോൾഫിന്റെ വീട്ടിൽ പോവാണ്. ഡോൾഫി വീട് പണിതിട്ട് ഇതുവരെ എന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ആദ്യം എന്തുകൊണ്ട് അവളുടെ സ്വഭാവം കൊണ്ട് എന്റെ നല്ല സ്വഭാവമാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡോൾഫിയുടെ വീട്ടിൽ പോവാണ്. ഇത് കൊടുകൂട് വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. വി ഫസ്റ്റ് റീച്ച് മാന്താടി, then go to പൈക, then go to health house. They have പാടം there. അന്നുവിന് പനിയാണ് ഗൈസ്. രോഗിയുണ്ട് ഗൈസ്. അന്നുവിന് പറയാൻ സമയത്തില്ല. നീ പറയില്ല. നീ പറയണ്ട. നീ ഞങ്ങള് ഇതാന്ന് പറഞ്ഞല്ലേ. ഞാനങ്ങനെ ചെയ്യൂല. വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ഓട്ടോയിൽ മാന്താടി എത്താൻ പോവാണ്. ആ ചില്ലറയില്ലാത്ത ചില്ലറയില്ലെന്ന് പറഞ്ഞാലല്ല ഗൈസ്, നമ്മൾ റോഡ് കിടക്കുകയാണ്. ഭാഗ്യമുണ്ട് ലൈവായിട്ട് നമ്മൾ വണ്ടി അടിച്ച് ആവുന്ന കാണാൻ പറ്റും. കേട്ടോ അഞ്ഞു ഓഫ് അഞ്ഞു എന്നെ ഇടിച്ചാവും. ലോറി വരുന്ന മാറിക്കോ ഒച്ചേ. എടി അന്നുവിന് എന്തോ സക്സസ്ഫുള്ളി വി ക്രോസ്ഡ് ദ റോഡ്. എന്താ 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 പുള്ളി എന്തിനാ ഓണടിച്ചേ? പുള്ളി അങ്ങനെ ഓണടിക്കാൻ പാടുണ്ടോ? പ്ലീസ് നമ്മൾ അക്ഷരപ്പെട്ടു. ഓർമ്മയുണ്ടോ? നീ എന്നെ മറന്നാ? നമ്മളന്ന് കോളേജ് ബസ്സിൽ ഒരുമിച്ച് വ്ളോഗൊക്കെ എടുത്തയാ. ഓഹോ കണ്ടോ? ഇതിന് ഞങ്ങള് കേറിക്കൊണ്ടിരുന്നപ്പോ ബസ് എടുത്ത് ഞാൻ താഴെ കിടക്കണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഒരു വികാരമില്ലാത്ത ഓ ഡോൾസ് ഞങ്ങളെ ഉപേക്ഷിച്ച് ഇറങ്ങി പോവാണ്. ഇവിടെ കിടന്നുറങ്ങുക. We reached കുരുവിക്കൂട് and we looking forward to എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. പിന്നെന്താ മേടിക്കുന്നത്? മഞ്ച് വയ്ക്കും. 2 മഞ്ച് മാഗി വാങ്ങിച്ചാലോ? ഡോൾഫി വന്ന് റേസ് ചെയ്ത് നിർത്തിയതാണ്. കണ്ടോ അഡ്വക്കേറ്റ് അവളുടെ പാപ്പൻ അപ്പാപ്പൻ. ഓ ഓ ഓ ഓ സ്കിൽസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഡോൾഫി സ്കിൽസ് ഞാൻ പറഞ്ഞില്ലേ വേറെ വഴിയാന്ന് പറഞ്ഞില്ലേ. ഡോൾഫി ഡ്രൈവിംഗ് സ്കിൽസ് എടി ഒറ്റ കൈ കൊണ്ട് എടുക്ക്. അങ്ങനെയല്ല വലിയ വളവെത്തിക്ക്. എന്താ പാവാട ഇട്ടുണ്ട്. എനിക്ക് പാവാട ഇട്ടുണ്ട് ഓടുന്നു പാട്ടത്തിൽ കൂടെ. ഡോൾഫി പാവാട ഉണ്ടോ? ഡോൾഫിയുടെ ഡ്രൈവിംഗ് സ്കിൽസ്. എന്റെ ഡ്രൈവിംഗ് അല്ലേ സത്യം. ആ ഗിയർ മാറുന്നത് സ്റ്റിയറിംഗ് ഒക്കെ ഒറ്റ കൈ കൊണ്ട്. എന്താ ഇത്? ഇതൊക്കെ കാണുമ്പോ ഹോട്ട് വീൽ ഒന്നും അല്ലല്ലോ. ഇതൊക്കെ ആരൊന്നതാ? നീ മേടിച്ചാണോ? നിനക്ക് കാർ ഭ്രാന്തുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ഗിഫ്റ്റ് ആണോ? ഹോട്ട് വീൽ ഇല്ലായിരുന്നു അത് ഇതായിരുന്നു. ഓ നീ ഹോട്ട് വീലാന്നാണോ വിചാരിച്ചേ? പട്ടത്തി. ഡോൾഫി ഡെയിലി തേക്കുന്ന ബ്രഷ്. ഡോൾഫിയുടെ ക്രഷ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ നോക്കി വെച്ചോ. പിങ്ക് ബ്രഷ് വെച്ചാണ് പല്ല് തേക്കുന്നത്. അപ്പൊ നീ അത് പല്ല് അടുത്തോടെ പോകുമ്പോ ഒരു നാറ്റം. ഇത് ഇവളുടെ പവർ ബാങ്ക്. ഇത് എനിക്കറിയാം. ചേച്ചിയുടെ നിന്ന് കട്ടെടുത്ത. നമുക്കിത് കുളവാക്കണോ? വേണ്ടല്ലേ. ഡോൾഫിയുടെ ഒന്നുമില്ല. എന്തിനാണ് ഇതൊക്കെ മേടിച്ചു?
അവള് ന്യൂ ഇയറിന് നന്നാവാൻ വാങ്ങിച്ചായിരിക്കും, പിന്നെ മറന്നു പോയി കാണും. അതങ്ങനെ അടിച്ചു വിറ്റായി ഓഫായി കാണും. അതാടി പറഞ്ഞ ന്യൂ ഇയറിന് ഓഫായി. ന്യൂ ഇയറിനൊന്നും മേടിച്ചു വെച്ചല്ല, അതിന് മുമ്പേ മേടിച്ചു വെച്ച. ഞാൻ പറഞ്ഞില്ലേ ടുഡു ഒന്നും ഇല്ല, പിന്നെ ഞാൻ എന്നെ ചെയ്തു. ആ നമ്മുടെ മെയിൻ ആയുധം ഇതാരെ കൊണ്ട് അമൃത ഒരെണ്ണം എടുത്ത്. ഇത് വെച്ചാണ് നിന്റെ സ്വഭാവേ? എനിക്ക് നീ വായിക്കല്ലേ. എനിക്കിതാ രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകിപ്പോയോ. എടി ഇതൊന്നും എന്റെ കയ്യിലില്ലല്ലോ, എന്റെ കയ്യിലും നല്ലതാ. അഥവാ മോചിക്കാൻ എനിക്ക് ശക്തിയില്ലേ, മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ. ഞാൻ എന്തിനോ കുരുങ്ങി കിടക്കുവാണ്, അതിൽ നിന്ന് എനിക്ക് തന്നെ പുറത്തു വരാൻ എന്റെ ശക്തി. യു ആർ ഓൺ എ ലൂപ്പ്. നീ ഒരു ലൂപ്പില്. ഞാനൊരെണ്ണം എടുക്കട്ടെ. ഇത് നിനക്ക് അഹിതമായ അപരനോട് നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത്. എടി നിനക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരോടും ചെയ്യരുത്. എനിക്കെന്ത് ഇഷ്ടമില്ലാത്ത നിനക്ക് ഇപ്പൊ ഒരു സാധനം തെറ്റാൻ തോന്നൂല. ദൈവമായ കർത്താവ് ശാശ്വതമായ ശരിയാണ്. എനിക്കറിയാടി. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. കേട്ടോ? ഗോഗിയുടെ ഗോഗിനെ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഇഷ്കാന്ന്. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. അയ്യാ വിത്യു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനും പ്രിയങ്കരനുമാണ്. വീട്ടിൽ നിൽക്കുന്നതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ. സത്യം. ഞാൻ കേട്ടോ ഇത് ഫുള്ള് നെഗറ്റിവിറ്റി. എനിക്ക് നല്ലത് കിട്ടി. നിനക്ക് എന്താ കിട്ടിയത്? അപേക്ഷയിലാണ്. എനിക്ക് എപ്പോഴും പോയി അഭയം പ്രാപിക്കാതെ. എടി നിങ്ങൾക്ക് ഒരു ടോപ്പർ ആവണോ? ദാ ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ സ്റ്റഡി ചെയ്യുന്നത്. ഈ പൂവും വേണം, നെസസിറ്റീസ്. പക്ഷെ ഡോൾഫിസ് മുറി നമ്മുടെ മുറി എന്നൊക്കെ ആണല്ലോ അമ്മേ, അതുകൊണ്ട് നമുക്കിങ്ങനെ കിടന്ന് മറിയാം. ഡോൾഫി ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഇതെങ്ങനെ സത്യം എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് അവളെ പുറത്താക്കാം. അമ്മ കണ്ടു തെറ്റിദ്ധരിച്ചാലോ? എനിക്കത് കിടന്ന് മറിയണം. ഡോൾഫിയുടെ കെട്ടിൽ ഡോൾഫിയുടെ മുറി. ഇത് ഇവളുടെ അന്തരീക്ഷമൊക്കെ ഭയങ്കര ഗുഡാ. അതുകൊണ്ട് എടി നീ ടോപ്പറായതിനെ പറ്റി ഇവിടെ സീരിയസ് ആയി ഡിസ്കസ് ചെയ്തു. ഞാനിവിടെ പഠിച്ചിട്ടില്ല ടോപ്പറായി. ഞാൻ പഠിപ്പിച്ചല്ല. ഇതാ ഞാൻ പറഞ്ഞ ഗ്ലൗസ് ഉണ്ടാക്കാൻ. പാട്ട് പാടി എടി മണ്ടി. ഇത് ഞാൻ എന്റെ തലയൊക്കെ കണ്ടു. എന്നാ എന്റെ തല ഭയങ്കര കോല. ആംഗിൾ നോക്കുന്നുണ്ട്. ആംഗിൾ നോക്കിയാ നിന്റെ മൂക്കിനടിയിലായിരിക്കും ക്യാമറ. എന്റെ തല ഇതിൽ കേറി ഇന്നും അത് നിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ് കേട്ടോ. സർജറി ഒക്കെ കഴിഞ്ഞിരുന്നു. നോക്കി പോസ് ചെയ്യണേ. ഒന്നുകൂടെ പോസ് ചെയ്യും. കൊടുത്തില്ല. എടി എനിക്ക് തരാവോ? അതൊരു പോയിന്റ്. അതാണ് ഞാൻ അങ്ങോട്ട് കേട്ടത്. ഞങ്ങളുടെ ബുക്ക് ഷെൽഫ്. എടാ നിങ്ങളിൽ ആർക്കാടി ശരിക്കും കാറ് ഭ്രാന്ത്? കൊറേ കാർ. ഞാനോ? അല്ല, നിന്റെ ആന്റി നിന്നെ വിളിക്കുന്നത് അന്നമ്മേന്നാണോ? അന്നമ്മ പറഞ്ഞു. പിന്നെ പണ്ട് നിന്നെ ആരോ എന്താ വിളിച്ചെന്ന് പറഞ്ഞത്? പണ്ട് എനിക്ക് അന്നമ്മേന്ന് വിളിക്കുന്ന നാട് വരുന്നു. പിന്നെ നീ അവിടെ നിന്ന് എടുത്ത് ഞങ്ങളുടെ കൂടെ കഴിക്കാൻ പറ്റത്തില്ല. അയ്യോ, മുമ്പ് ഒരു കേക്ക് കൂടെ വെച്ചപ്പോ എന്നതായിരുന്നു. ബാക്കി കഥ പറ. മോളോ? അത് സമയത്ത് വന്നില്ലെങ്കിൽ ആൾക്കാർ ചൂണ്ടിക്കൊണ്ട് മനസ്സിലായില്ലേ?
ഗോഗി പേര് പറഞ്ഞില്ല. കണ്ടുപിടിക്കും. ഗോഗിയിലെ അക്ഷരം പേച്ചിയമ്മ. കണ്ടോ തമിഴ് പടം കാണണം. നിന്റെ പേര് പേച്ചിയമ്മ എങ്കിര ഗോകുലേ. ഗോകുല സോറി. ഡോൾഫിയുടെ അമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നു. എനിക്ക് മാത്രം. ഞാൻ ഡോൾഫിയുടെ വീട് സ്വന്തം വീട് പോലെ കാണുന്നത് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ്. നിനക്ക് മണി മുത്തില്ലേ? എന്റെ മുത്തിന് വരെ കിട്ടില്ല. എനിക്ക് ഒന്നും ഇല്ലടി. 5 മണിയാകുമ്പോൾ എടി അമൃതയ്ക്ക് ഒന്നും കഴിച്ചു തുടങ്ങി. നീ ഉണ്ടാക്കിയ കേക്ക് നന്നായി. അമ്മ കൂടി വെള്ളം വേണം. അപ്പം പറഞ്ഞത് വൈനെടുത്ത് കൂട്ടി കൊടുക്കാൻ. നീ തന്നെ പറഞ്ഞു വീട്ടിൽ വരുമ്പോ തരാം. വീട്ടിൽ വന്നേ വൈൻ തന്നില്ല. വീട്ടിൽ വന്നു വൈൻ വേണോന്ന് നമ്മൾക്ക് സ്നേഹമുണ്ട്. നിനക്ക് കൈപ്പുണ്യം ഉണ്ടോ ഇന്ന് ഞാൻ നോക്കിട്ട് പറയാം. ഇങ്ങനെ വെച്ചെടുക്കാം. എന്റെ അടി എന്നോടാ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഈ പഴംപൊരി കിടുക്ക സാധനമാണ് ഗൈസ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല മധുരമുള്ള പഴവും. അതൊക്കെ കഷ്ടപ്പെട്ട് ചായ കുടിക്കുന്നത് കൂടെ വീഡിയോ എടുത്തേ. ഇനി അതാ പാട വായിക്കാറുണ്ട്. ഇത് കിട്ടുമോ? ഇതാണ് ഡോൾഫിയുടെ ബ്രെയിൻ ക്യാപ്സ്യൂൾ. ഫ്രം ജർമ്മനി. ജർമ്മനിന്നാണോ? എനിക്കിവിടെ താടി കുറച്ച് ഇടട്ടെ. അടി ഫുള്ള് വേണ്ട, ഹാഫ് മതി. ബാക്കി ഞാൻ ഗോപിക്കാം. അല്ല, ഡോൾഫിക്ക് കുടുംബജീവിതമൊക്കെ പറ്റത്തുള്ളൂ. അവളെ കെട്ടാൻ പോകുന്ന ചെക്കൻ ഭാഗ്യവാനായിരിക്കും. ആ ചെക്കനെ ഇവിടെ നന്നായിട്ട് നോക്കും. ഇവൾക്ക് എവിടെ പോയാലും വീട്ടിലോട്ട് വരണം എന്നല്ലേ ആഗ്രഹം. ഞാൻ നോക്കിയിട്ട് ഡോൾഫിനെ കെട്ടാൻ വന്ന പിള്ളേര് ഡോൾഫിക്ക് ഉണ്ടാകാൻ വന്ന പിള്ളേര് എന്നെ പോലെയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. എന്നാ വൃത്തിയാ വീട്ടില്. ഞാനാണെങ്കിൽ ഒരു സാധനം. ഓ അതാണോ ഞാൻ വിചാരിച്ചു. ഇവക്കെങ്ങനെയാ വരുന്നത്? കാറ് കിട്ടി ഗായ്സ്. ഡോൾഫിയുടെ കാറ്. ഇതില് വെള്ളം ചീറ്റുവോ? ഇല്ല. ഇതന്നെയല്ലേ സുരയുടെ കാറ്? അല്ല, സുരയുടെ വേറെ. പിന്നെ എത്രയാവും? ഇവിടെ വേണ്ടട്ടെ. എത്ര 1000?
നിക്ക് ഞാൻ ഷോട്ട് വെക്കട്ടെ വാടാ മോനെ വാ മോനെ. ഇതിലേതോ സൈഡോ അങ്ങോട്ട് പോവാതെ ഇപ്പുറത്തോട്ട് ധരിക്കുക. ഇവിടെ എനിക്ക് വരണില്ല. ഒന്ന് പിടിക്കോ. ആ സീനൊന്ന് മാറിക്കേ. എടുക്ക് ഓടിക്കുന്ന ആരാന്ന് കാണിക്കും. അത് വേണ്ട. ഞാനാണ്. കൊള്ളാല്ലേ? നമുക്ക് കാട്ടിക്കൂടെ വിടാം. യു ഡോണ്ട് നോ. അയ്യേ നീ എഞ്ചിനീയർ ആണോ? എന്ത് ബാലൻസ് ഇല്ല, സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല. തിരിക്കടി. നേരെ പോ. ആ അമൃതരെ പോലെ തന്നെയുണ്ട് വഴിവഴിച്ച് നടക്കുന്നത്. കേറ്റണേ. ഗീർ മാറ്. കേറടി. ഓ അത് കൊള്ളാം. എടി ഒന്ന് കേറ്റിക്ക് നോക്കട്ടെ. ഇങ്ങനെ കേറും നോക്കാം. എടി ഇത് ഓഫ് റോഡ് വണ്ടി, അതറിയാവോ തനിക്ക്? എനിക്ക് ഒന്നാമത് ബാലൻസ് ഇല്ല. ജീവിത അഭിലാഷം നിറവേറ്റാൻ പോവാണ് ഗൈസ്. നമ്മള് പാടത്തിൽ കൂടെ കേറാൻ പോവാണ് ഗൈസ്. കാർ ഓടിച്ചോണ്ടിരുന്നു. ഒരു കാറുണ്ട് എല്ലാത്തിനും കണ്ണ് മഞ്ഞളിച്ച്. എടീ ഇതിലേ കൂടെ നടക്കാം. എതിലേ പോണേ? എടീ ഇത് കൊള്ളാം കേട്ടോ. നിങ്ങളൊരു ഫീൽ ഗുഡ് അന്തരീക്ഷത്തിലാണ് വീട് വെച്ചത്. ദാറ്റ് വാസ് എ ഗുഡ് തീരുമാനം അല്ലേ? എടി ഇത് തന്നെ ഒരു സംഭവം. കൊള്ളാം കേട്ടോ. ഡോൾഫി ഈ സ്ഥലം ആരുടെ സജഷനായിരുന്നു? ആ അയിനാ നീ പറയാൻ കാരണം? നല്ല സ്ഥലം എടുത്തോ, നന്നായി. ഞാൻ അത്ര കോടീശ്വരി ഇവിടെ എന്തോ ഒരു പുകച്ചില് പോയ എന്റെ അമ്മ. എടി ഇവിടെ ഒക്കെ റീല് ഷൂട്ട് ചെയ്യാൻ എന്ത് നല്ല സ്ഥലം. അയ്യോ ഗൈസ്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ വ്ളോഗിൽ എന്റെ മുഖം കുറവല്ലേ. അല്ലേലും ഞാൻ ഇവരുടെ വീഡിയോ എടുത്തോണ്ട് നടക്കുക. വേണ്ട, ഞാൻ വരുത്തിക്കോളാം. എന്താ ഇത് കണ്ടോ? എന്താ എനിക്ക് ഓടിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ വണ്ടി ഓടിക്കണോ? സ്പീഡ് പോ. ഹായ്, ഞാൻ എന്തുകൊണ്ട് നീ ഇത് പറയുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ ഭാഗ്യം അത് പോയാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇവിടെ വലിയ കുപ്പിയൊക്കെ ഉണ്ട് ഇവിടെ. എങ്ങനെയാ ഇറങ്ങുന്ന ഇവിടെ? എടി പാമ്പുണ്ടോ? എടി അപ്പൊ തണലുള്ളപ്പോഴാണോ പാമ്പില്ലാത്ത? കൂടി എന്തിന്? വെയിലുള്ളവനോ? പാമ്പ് ഓൾവേസ് ഗോസ് ഫോർ തണൽ ബ്രോ. തണുപ്പ് ബ്രോ. യാ അങ്ങനെയല്ല. ഇവിടെ വന്നിട്ട് അമൃതയ്ക്ക് മാത്രം വേഗം വീട്ടിൽ തിരിച്ചു പോകണം. എന്തുകൊണ്ടാ? അതുകൊണ്ടല്ല, ഡോൾഫിയുടെ വീട്ടിലോട്ടല്ലേ ഇപ്പൊ നമ്മള് പോന്നേ. വൈൻ കുടിക്കാനല്ലേ ഇടി കള്ളി. അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരത്തി വാ വാ വാന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അത്രയും വീര്യമുണ്ടോ ഇതിന്?
ജസ്റ്റ് വൈൻ ബ്രോ. അങ്ങനെയാണ് എനിക്ക് പൈനാപ്പിൾ. എന്റെ പോയിട്ടോ അന്നൂനൊന്നും കൊടുക്കരുത്. അന്നൂന്റെ ഇപ്പോഴത്തെ കോലത്തിന് കേട്ടോ, നടക്കുന്നത് കേട്ടോ. അത് ഒറ്റ വളവിന് അങ്ങ് കേറാൻ പോവാണേ. അതെന്നാ കേറിയത്? അതില് കുമ്മില്ലായിരുന്നല്ലോ കേറിയതല്ലേ. അയ്യോ ഞാൻ കേറുന്ന എടുത്തില്ല. ഓ ശരി ശരി. ഞാനല്ല തിരിക്കുന്നത്. മൈ ഗാർഡൻ. ആരുടേത്? ആ വൈൻ വൈൻ വൈൻ. ലെറ്റ്സ് ഗോ ഫോർ വൈൻ. ലോഫി ബാറ്ററി ഓഫ് ചെയ്തോ? അല്ലെ ചാർജർ? ആ കുപ്പി താഴെയിട്ട് കാണും. എന്നെ കൂടെ മണപ്പിക്കൂ. എന്നാ എനിക്കും പോണം. ഫോണിനൊന്നും പറ്റില്ല. ഞാൻ സ്റ്റിയറിംഗ് ഉള്ളിലായിരിക്കണം ഫോക്കസ്. ഫോക്കസ് വെക്കാറുണ്ട്. വണ്ടി ഓടിക്കാനൊരു ആഗ്രഹം. ഇവിടെയുള്ള ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ ഡോൾഫിനെ ചോദിച്ചറിയാൻ കേട്ടോ. അതിന്റെ ഡോൾഫിനെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞപ്പോ അത് ഇവിടുന്ന് ബസ് ഉണ്ടിപ്പോ തന്നെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഫേമസ്. ഞാൻ ഇവിടെ ഇറങ്ങണ്ടല്ലോ. എന്നെ കൊണ്ടുവിടും. എനിക്ക് പ്രിൻസസ് ട്രീറ്റ്മെന്റ്. നിങ്ങൾക്കൊക്കെ ബെയർ മിനിമം. പോയി